പാലക്കാട് തത്തമംഗലം സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് അജ്ഞാതർ തകർത്ത സംഭവത്തിൽ ബി.ജെ.പി. പ്രതിഷേധം. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ബി.ജെ.പി. പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. പ്രതിനിധികളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പുൽക്കൂട് തകർത്ത സംഭവത്തിലാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ തത്തമംഗലം സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് തകർന്ന നിലയിൽ കാണുന്നത്. അതായത് വെള്ളിയാഴ്ച സ്കൂളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പുൽക്കൂട് പിന്നീട് അവർ തിങ്കളാഴ്ച വരുമ്പോൾ തകർന്ന നിലയിൽ കാണുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. തത്തമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ബി.ജെ.പി. പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ സംഭവം അപലപനീയമാണ്. മാത്രമല്ല, ഈ പുൽക്കൂട് തകർത്തത് ആരാണോ അവരെ പിടികൂടാൻ പോലീസ് ഉടൻ നടപടി സ്വീകരിക്കണം. പോലീസ് കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തി പ്രതികളെ എത്രയും വേഗം പിടികൂടണം, കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. തത്തമംഗലം വെട്ടുപ്പാറയം ഭാഗത്തു നിന്നാണ് ബി.ജെ.പിയുടെ ആ ഒരു പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഇപ്പോൾ അത് പള്ളിമുക്ക് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ സമീപത്താണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ ജില്ലാ ചുമതലയുള്ള വ്യക്തി ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ്. അതായത് ബി.ജെ.പി. ഇത്തരം ഈ അതിക്രമങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളൊരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു സ്കൂളിൽ നടന്ന ഇത്തരം സംഭവങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അത് ചെയ്ത ആളുകൾക്കെതിരെ തക്കതായ നടപടി വേണം. അതിനുവേണ്ടിയുള്ള ഈ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടിയുള്ള അന്വേഷണം കൃത്യമായിട്ട് തന്നെ നടത്തി പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ബി.ജെ.പിയുടെ. ഇത്തരം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തത്തമംഗലത്ത് ബി.ജെ.പി. ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക, കണ്ടെത്തി ശിക്ഷിക്കണം എന്നാണ് ആവശ്യം. ആ ആവശ്യം ഞങ്ങൾക്ക് പാർട്ടിക്ക് മുന്നിൽ തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമരം ചെയ്യാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പുൽക്കൂട്ട് തകർത്തതിൽ സംഘപരിവാർ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് ഇന്നലെ പ്രസ്താവന ഇറക്കിയത്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്യും. അതിന് തുടക്കം എന്ന നിലയിലുള്ള സമരമാണ് ഇന്ന് നടത്തുന്നത്. ഇപ്പൊ നിലവിലിപ്പോ രണ്ട് സംഭവങ്ങളുണ്ട്. നല്ലേപ്പള്ളി സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നല്ലേപ്പള്ളി സംഭവം? ഭാരതീയ ജനതാ പാർട്ടി ആ സംഭവത്തെ അപലപിക്കുകയാണ്. തീർച്ചയായും ആ ഒരു വിദ്യാലയത്തിന്റെ അകത്തേക്ക് സംസാരിക്കാനാണെങ്കിൽ പോലും പോവരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. അല്ല, അതിലിപ്പോ 3 VSP പ്രവർത്തകരാണ് പിടികൂടിയത്. ആര് പിടികൂടിയാലും ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കേസാണ്. അവിടെ അങ്ങനെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവർ 2-3 പേര് അവിടെ അവരുടെ കുടുംബത്തിൽ പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റോഡിലൂടെ നടന്നുപോയ സമയത്ത് ആ കുട്ടികൾ എന്തിനാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വിദ്യാലയത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു തർക്കങ്ങളൊന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വീഡിയോകൾ ഉണ്ടാവും, ഒന്ന് പരിശോധിച്ച് നോക്കുക.
ആ വീഡിയോയിൽ അധ്യാപകരാണ് തർക്കിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുക. രണ്ടുപേരും തർക്കിക്കും. അല്ല, മറുപടിയാണ് ഈ പറയുന്ന BHPയുടെ പ്രവർത്തകർ എന്ന് പറയുന്നവർ മറുപടിയാണ് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പം ഇതിനകത്ത് പ്രതികളെ പിടിക്കണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആ സംഭവത്തിൽ ന്യായീകരിക്കുകയാണോ? തീർച്ചയായും ഞങ്ങൾ ആ സംഭവത്തെ നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സംഭവമല്ല. അത് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. കാരണം അവിടെ സംസാരിച്ച് മുഴുവൻ ആളുകളും പിരിഞ്ഞുപോയി. ഇവർക്ക് ആർക്കും പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം അവിടെ എത്തിയ PTA പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ വാർഡ് മെമ്പറുമായിട്ടുള്ള PTA പ്രസിഡന്റ്, ആ PTA പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത് അവിടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ, അധ്യാപക സംഘടനകൾ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. അതാണ് ഈ കേസിന്റെ മെറിറ്റ്. തീർച്ചയായിട്ടും അധ്യാപകരെ അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ BHP നടത്തിയത് അത് ഒരു അതിക്രമം ഒന്നുമല്ല. നിങ്ങൾ പിന്തുണയ്ക്കുന്നു. BHP അതിക്രമം എന്ന വേർഡ് നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നടന്നിട്ടില്ല. അവിടെ പോയി അന്വേഷിക്കാൻ വന്നതാണ്. തീർച്ചയായും അതിനെ ഞങ്ങൾ അപലപിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അവിടെ പോവേണ്ടതില്ലായിരുന്നു. അത് BJPയുടെ സ്റ്റാൻഡ് അതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ PTA പ്രസിഡന്റ് പരാതി കൊടുത്തെന്ന് പറയുമ്പോൾ ആ സ്കൂളിലെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയെന്ന സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് PTA പ്രസിഡന്റ് PTA ഭാരവാഹികൾ ഇടപെടില്ലേ? അതായത് അവിടെ എന്താണോ സംഭവിച്ചത്, ആ സംഭവിച്ച കാര്യമാണ് ഇവർ പറയുന്നതെങ്കിൽ തീർച്ചയായും ആ ഇടപെട്ടത് നമ്മൾക്കത് അതിലൊരു ശുദ്ധിയുണ്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അവിടെ സംഭവിച്ചതും അവർ കൊടുത്ത പരാതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, അവർ ആഘോഷം നടക്കുന്നു, ആ ആഘോഷത്തിലേക്ക് കടന്നു വരുന്നു, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, കുട്ടികളെ എങ്ങനെ ഇതാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, വസ്ത്രധാരണത്തെ പറ്റി പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലല്ല നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊന്നും ആ കാര്യത്തെ പറ്റി മനസ്സിലാക്കണം. ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും കടന്നു കയറിയിട്ടില്ല. ആഘോഷം കഴിഞ്ഞു, എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ ആ വിദ്യാലയത്തിലേക്ക് പോയത്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് സമൂഹം തെറ്റിദ്ധരിക്കും. ആഘോഷത്തിന്റെ ഇടയിലേക്ക് ഇവർ കയറി ചേർന്നതാണ്. ആഘോഷം കഴിഞ്ഞ ശേഷമാണ് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയത്. ഈ BHP പ്രവർത്തകരെ അവരിപ്പോൾ റിമാൻഡിലാണുള്ളത്. അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും? അത് അവർക്ക് സഹായം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കും. BJPക്ക് അതല്ല ജോലി. തത്തമംഗലം സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് അജ്ഞാതർ തകർത്ത സംഭവത്തിൽ BJPയുടെ പ്രതിഷേധം, പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധ പ്രകടനം നടത്തിയത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഇടപെടലാണ് ഇതിലൂടെ ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. BJPക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. കുറ്റക്കാരെ കർക്കശമായി ശിക്ഷിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളതെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയത്.